ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോറി, ഞാൻ കൈ കാണിക്കുന്നതെന്നെടുത്ത്, പക്ഷേ ക്യാമറ തിരിഞ്ഞു പോയി ഗൈസ്. അപ്പോൾ ഞാൻ കുറേ വീഡിയോ ഇടാൻ മറന്നുപോയി. വീട് പണിഞ്ഞു, പിന്നെ അയണിൻ്റെ ഇതെന്താ സാധനം മറന്നുപോയി, ഇതെന്തോ പിന്നെ മറ്റേ സ്യൂട്ടും ഇത് ആർമർ ഇത് എനിക്ക് അത് എവിടുന്നോ എനിക്ക് കിട്ടിയത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു കാര്യത്തിന് പോവുകയാണ്. എന്തിനാണെന്നറിയാമോ? മൈനിങ്. ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ ഇട്ടു. ഓക്കെ, ബാക്ക് അടിക്കുന്നില്ലല്ലോ, ഷെടാ. അപ്പോൾ ഞാൻ പറയാൻ മറന്നുപോയി. വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ ഇവിടെ മൊത്തം ചെടിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. സോറി, പറയാൻ മറന്നു. ചാനൽ സബ് ചെയ്യാത്തവരായിട്ട് ആരുണ്ടെങ്കിലും അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യില്ലെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക. ഞാനിപ്പം മൈനിങ്ങിന് പോകുന്നുണ്ട്. ഇതെന്തോ സാധനം, എൻ്റെ മോനെ, അതെന്തോ ഭയങ്കര സാധനം കേട്ടാ. അതിൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ ഇതൊരുമാതിരി നമ്മളെ കൊല്ലുന്ന രീതിക്ക് നമ്മുടെ ലൈഫ് ഇച്ചിരി കുറയുന്ന പോലെ ഞാൻ കണ്ടു. ഞാൻ അവിടെ ആ സാധനം എവിടെയോ ഉണ്ടായിരുന്നു. ഇവിടെ സാധനം ഷുടാ, ഇതിൻ്റെ അടുത്തോട്ട് പോയാൽ മതിയല്ലേ, അപ്പോഴേ ടും അങ്ങനെ എന്തൊരു ടൂൺ വരും, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, വൈദ്യുതി ഞാൻ ഒരാളെ കാണിക്കാൻ മറന്നുപോയി. ഇതാണ് ഗൈസ് നമ്മുടെ റൂം. അവിടെ ഒരു ക്ലോക്കായിട്ട് മറ്റേ സാധനം വെച്ചിട്ടുണ്ട്. എന്തൊരു സാധനം, ഇതാണ് നമ്മുടെ വൂൾഫും കുട്ടി. പട്ടിക്കുട്ടിയല്ല, വൂൾഫും കുട്ടി. ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ താഴത്തെ മുറിയിലാണ്. അതെടാ, അപ്പം ഇവിടെയൊക്കെ ഞാൻ ഇച്ചിരി മഷ്റൂമും ഇതെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, വെറുതെ ഒരു ലുക്കിന് വേണ്ടി ഓരോന്നേ. പിന്നെ ഞാൻ ഇവിടെ ഇച്ചിരി ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ. ഇത് കയറി നമുക്ക് കുളിക്കുന്ന പരിപാടി ഇവിടെ നടക്കും. നമുക്ക് ബ്രെഡ് ഉണ്ടാക്കണം. ഇതാണ് നമ്മുടെ സ്റ്റോറേജ് ഏരിയ. കുറേ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ടിട്ടുണ്ട്. എൻ്റെ മോനെ, ഇത് എന്തുവാ 32 ബാമ്പു ഞാൻ നേരത്തെ വെട്ടിയാണ്. ഏണി ഉണ്ടാക്കിയായിരുന്നു, അതിൻ്റെയാണ്. എന്തോ ഉണ്ടാക്കാൻ ഞാൻ പോയതാ, ഞാൻ മറന്നു എന്തുവായിരുന്നു. ബ്രെഡ് എന്ത് ചെയ്യേ? നോക്കാം. ഇവിടെ ഇനി വീറ്റില്ല, വീറ്റ് പോയി എടുക്കണമല്ലോ. അയ്യോ, ഈ വീറ്റുക ആടിക്കരിഞ്ഞ് കരിഞ്ഞു പോയി. പിന്നെ ഇവിടെ ഇച്ചിരി ക്യാരറ്റ് ഉണ്ട്, അത് എടുക്കാം. 5 ക്യാരറ്റ് ഉണ്ട്. അപ്പോൾ എത്ര വേണം? 1 ഇവിടെയും ഉണ്ടാം. ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ എവിടെ ആയിരുന്നടാ ഞാൻ? ഓക്കെ, ഓക്കെ, ഇനി ഇവിടെ ഇത് ഇനിയുണ്ടോ?
ഇവിടെ ഈ എന്താടാ ബ്രെഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാ? ആ ഞാനതാ ചോദിക്കുന്നത്, ബ്രെഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ബ്രെഡ് ഉണ്ടാക്കാൻ ഞാൻ ഇതുവരെ ബ്രെഡ് ഉണ്ടാക്കിയിട്ടുമില്ല. ബ്രെഡ് എന്നൊരു സാധനം ഉണ്ടെന്നറിയാം. അത് ബ്രെഡ് ഇത് വെച്ച് തന്നെയല്ലേ ഉണ്ടാക്കുന്നത്? ആ എൻ്റെ കയ്യിൽ നെതർ ബ്രിക്ക് ഉണ്ട്. ഞാൻ അതൊക്കെ പിന്നെ മെനിയാൻ പോട്ട് കാണിച്ചു തരാം. ബ്രെഡ് 3 ഉണ്ടാക്കാമോ? ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ടാക്കിക്കോ. ഇനി നമ്മുടെ മൈനിങ് സ്ഥലത്തോട്ട് ചെല്ലാം. ഓഹോ, ഇവിടെ ഒരു പാലം പണിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി ഞാൻ മറ്റില്ല ഒരു കുതിരയും കൊണ്ട് ഒരാൾ വരുമല്ലേ. കുതിരയും കൊണ്ട് ഒരാൾ വരത്തില്ലേടേ, അയാളുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ ഈ എമറാൾഡ് കൊടുത്ത് മേടിച്ച സാധനങ്ങളാണിത്. എമറാൾഡ് എൻ്റെ കയ്യിൽ എത്ര 3-4 ഉണ്ടായിരുന്നു. അത് എവിടുന്നാണ് കിട്ടിയെന്നറിയാം, പറഞ്ഞുതരാം. ഒന്ന് ഇതാണ്ട് ഇവിടെ ഇരുന്ന്, പിന്നെ ഇവിടെ ഇരുന്ന്, പിന്നെ ഈ സ്ഥലമല്ല വേറൊരിടത്ത. അതാണ്ട് ഇത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇവിടെ ഈ കുടിക്കുന്നതിൻ്റെ അവിടെ ആയിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി പോകാൻ പോകുന്നത് ഒരു മൈനിങ് എടുത്തോട്ടാണ്. ആ സ്ഥലം മെയിനായിട്ട് അങ്ങോട്ട് പോകുന്ന പണി കിട്ടിയോ? ചെറുതായിട്ട് പണി കിട്ടിയോ? പോലെ തോന്നുന്നു. കയറണമെങ്കിൽ ഇനി എന്തോ ചെയ്യും? ഓക്കെ, നമുക്ക് മണ്ടെടുക്കാം. ചെസ്റ്റ് എടുക്കാം. ചെസ്റ്റ് എടുത്തിട്ട് അതിലോട്ട് ഇടാം. ഓക്കെ ഞാൻ ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പണിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം. ഇവിടെ തടിയൊക്കെ വെട്ടി കൊണ്ടിരുന്നപ്പോൾ ഞാനങ്ങനെ ഉണ്ടാക്കിയത്. ഇവിടെ കണ്ടോ, ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കുളം. ആർക്ക് വേണേലും കുളിക്കാം. എനിക്ക് കുളിക്കാം, വില്ലേജേഴ്സിന് കുളിക്കാം. അങ്ങനെയാണ് ഞാൻ അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ ഇന്നത്തെ വീഡിയോയിലെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കാം. ഇത് ഇവിടെ ഇച്ചിരി ബാംബൂ നട്ടിട്ടുണ്ട്. അത് വെച്ചാൽ ഞാനിപ്പോൾ ഇതാണ് മൈനിങ് ഏരിയ. ബട്ട് ഇപ്രാവശ്യം ഞാൻ ഈ ഭൂമിയുടെ അടിക്കോട്ട് നേരെ കുത്തനെ കുഴിച്ചു പോകാനാണ് ഇന്നത്തെ പരിപാടി. പിന്നെ ഇവിടെ ഒരു ബെഡ് കിടപ്പുണ്ട്. ബെഡ് എന്നതിനാന്ന് വെച്ചാൽ മൈനിങ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേ രാത്രിയാണെങ്കിൽ നമുക്ക് പണി കിട്ടത്തില്ലേ. ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന സാധനം കൊള്ളാം. ഞാനേ വേറൊരു കാര്യം ചെയ്തിട്ട് ആ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തുകൊണ്ട് വരാം. ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം എപ്പോഴാണോ ഈ സാധനമൊക്കെ ഓക്കെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത്, ബിക്കോസ് ഞാൻ ഏണി വെച്ചായിരിക്കും തിരിച്ച് കയറണ്ടേ എനിക്ക്. അതുകൊണ്ട് എനിക്ക് ഏണി വേണ്ടി വരും. ഡയമണ്ടൊക്കെ കിട്ടിയാൽ കൊള്ളായിരുന്നു. ഡയമണ്ട് ഇതുവരെ ഒരു വട്ടം കിട്ടി. ബട്ട് അത് എനിക്കൊന്ന് വീട്ടിൽ കിടപ്പുണ്ട് എന്നാ എൻ്റെ ഒരു തോന്നൽ. ഓക്കെ, തുടങ്ങണ്ടേ മൈനി? മറന്നുപോയി. ഓക്കെ,
തിരിച്ച് കയറണ്ടേ, അതിനാണ് ഞാൻ ഇങ്ങനെ വയ്ക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എന്തായാലും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഇതിലാണ് ഞാൻ കളിച്ചു പോകുന്നത്. എങ്ങനെ സ്റ്റെപ്പ് തീർന്ന ഒന്നുമില്ല, അപ്പോഴേ കയറും. ടോർച്ച് എവിടെ? യോ, എന്തൊരു പരിപാടി! ഇവിടെ ലാഡർ പെയ്യ്. എടാ, പണിയായോ? ഓ മൈ ഗോഡ്. ഒരു കാര്യം, അവിടെ വേറൊന്നുമില്ല സംഭവം. ഞാൻ പറയട്ടെ, ടോർച്ച് കളക്ട് ചെയ്യാൻ പോരെ. ടോർച്ച് കളക്ട് ചെയ്യുന്നിട്ട് നോക്കാം. സംഭവം പരിപാടി കഴിഞ്ഞില്ലേ? അതാണോ കുഴപ്പം? അതല്ലെന്ന് ഓക്കെ. കുഴിച്ചു പോ. ഇവിടെ എന്തേലും വെക്കണമല്ലോ. കോപ്പർ കിട്ടി. 4 കോപ്പർ കിട്ടി കേട്ടോ. നല്ല കാര്യം. അപ്പോൾ ലാഡർ വെക്കുന്നു. ലാഡർ ഇപ്പോൾ 48 കുറഞ്ഞിട്ടുണ്ട്. കുറേ കുറഞ്ഞു. ഓക്കെ, കുഴിച്ചു പോവാം. ഡയമണ്ടൊക്കെ കിട്ടിയാൽ എനിക്ക് ലക്കുണ്ടെന്ന്, ഇല്ലെങ്കിൽ ലക്കില്ല, അത്ര തന്നെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴല്ല വീഡിയോ ഇഷ്ടപ്പെടുന്ന മുഴുവൻ കണ്ടിട്ടേ വീഡിയോ ഇഷ്ടപ്പെടാത്തുള്ളൂ. അത് വേറൊരു കാര്യം. കോള് കിട്ടി. എൻ്റെ മോൻ, ഇത് എന്തുവാടാ ഇത്? കോളിൻ്റെ അഭിഷേകം. ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, കോൾ എനിക്ക് വേണം. സത്യം പറഞ്ഞാൽ ടോർച്ച് എങ്ങാനും തീർന്നാൽ എന്തായാലും പണി കിട്ടും. ഒരു കുന്തവും കാണാൻ പറ്റത്തില്ല. പിന്നെ തിരിച്ചിറങ്ങിപ്പോണം. അതുമല്ല, വേറൊരു പണിയുണ്ട് ഗൈസ്. അത് ഞാൻ ഇപ്പോഴാണ് ഓർത്തേ. എന്തുവെന്ന് പറയട്ടെ. എടാ, നമ്മളെ ഒരു അയൺ പിക്കാക്സേ എടുത്തിട്ടുള്ളൂ. അത് തീർന്ന സന്തോഷം. നമ്മൾ കോപ്പർ മൊത്തം എല്ലാം എടുക്കുവാണ്. കോപ്പറൊക്കെ എടുത്തിട്ട് എന്തോ ചെയ്യാനാ എനിക്കറിയത്തില്ല. ഓക്കെ, കോപ്പറെല്ലാം വാരി എടുക്കുന്നു. കോൾ എടുക്കൂ. ഓക്കെ, ഇവിടെ എന്തുവാടാ സൗണ്ടൊക്കെ കേട്ട്? എന്തൊക്കെയോ ഒരു സൗണ്ടൊക്കെ കേട്ട്. അയ്യോ, ഓക്കെ. മടം കോള് ഇല്ലല്ലേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് എടുത്തുകൊണ്ടേ പോകാവൂ. ശരിയല്ലേ? അതെന്തോ വേറെന്തോ ഒരു സാധനം കിട്ടി. കാരണം അത് കാണിക്കും.
ഓക്കെ ഓക്കെ ഓക്കെ. എടേ ഓ ഞാൻ പിക്കാക്സ് എടുക്കുന്ന കാര്യം ഞാൻ മറന്നു പോകുന്നു ഇടയ്ക്ക്. ഓക്കെ, ഇത് ഭയങ്കര പണിയാ കേട്ടോ. അതല്ല, ഞാൻ ചിന്തിക്കുന്നത് എന്തെന്ന് പറയട്ടെ, ഇത്രയും ലാഡറും എല്ലാ കുന്ത്രാണ്ടവും വെച്ചിട്ട് ലാസ്റ്റ് നോക്കുമ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്തോ ചെയ്യും?